പാലാ മൂന്നാനിയിലെ ലോയേഴ്സ് ചേംബർ കോംപ്ലക്സിന്റെ പേര് ഇനി മുതൽ മുനിസിപ്പൽ കോംപ്ലക്സ് എന്നാകും. അഭിഭാഷകർക്ക് കോടതിയുടെ സമീപത്ത് മുറികൾ എന്ന നിലയിലാണ് കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ 2 തവണ ലേലം വിളിച്ചെങ്കിലും ആരും ലേലത്തിനെടുത്തില്ല. മുതലും പലിശയുമടക്കം 7 കോടിയോളം രൂപ നിലവിൽ തിരിച്ചടയ്ക്കാനുണ്ട്. 10 വർഷത്തോളമായി നിർജീവമായി കിടന്നിരുന്ന മൂന്നാനി ലോയേഴ്സ് കോംപ്ലക്സ് ഇനി സജീവമാകും. പലതവണ ലേലം വിളിച്ചെങ്കിലും ആരും മുറികൾ എടുത്തിരുന്നില്ല. തുടർന്ന് ഹോസ്റ്റൽ ആവശ്യത്തിനായി 48 മുറികൾ സ്വകാര്യ ഏജൻസിക്ക് ലേലം ചെയ്തു നൽകുകയാണ് ഉണ്ടായത്. നഗരസഭ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സമയത്ത് ഇതിന് മുൻകൈയെടുത്ത ചെയർമാൻ ഷാജു വി തുരുത്തിനെയും വികസനകാര്യ സമിതി ചെയർമാൻ സാവിയോ കാവുകാട്ടിനെയും അഭിനന്ദിച്ചു. ലോയേഴ്സ് കോംപ്ലക്സ് എന്ന പേര് മാറ്റി മൂന്നാനി മുനിസിപ്പൽ കോംപ്ലക്സ് എന്ന പേര് നൽകുന്നതിനും തീരുമാനമെടുത്തു. കൊട്ടാരമറ്റത്തെ കെട്ടിടവും ലോയേഴ്സ് ചേംബറും അടക്കം KURDCയിൽ നിന്നും വായ്പയെടുത്താണ് നഗരസഭ നിർമ്മിച്ചത്. അഭിഭാഷകർക്ക് കോടതിയുടെ സമീപത്ത് മുറികൾ എന്ന നിലയിലാണ് കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ 2 തവണ ലേലം വിളിച്ചെങ്കിലും ആരും ലേലമെടുത്തില്ല. മുതലും പലിശയും അടക്കം 7 കോടിയോളം രൂപ നിലവിൽ തിരിച്ചടയ്ക്കാനുണ്ട്. തുടർന്നാണ് പുറത്തുള്ളവർക്ക് മുറികൾ നൽകാൻ നടപടിയായത്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണ് അടിനിലയും 1-ാം നിലയും പൂർണ്ണമായും നൽകിയത്. ഏറ്റവും മുകൾ നില ജലനിധിക്കായും കൈമാറിയിട്ടുണ്ട്. ലേലത്തിന് നൽകിയ മുറികളിൽ നിന്ന് ലഭിക്കുന്ന വാടക വായ്പാ തിരിച്ചടവിനായി ഉപയോഗിക്കും. വനിതാ ഹോസ്റ്റലും ഉടൻ പ്രവർത്തന സജ്ജമാക്കും. വനിതാ വികസന കോർപ്പറേഷന് കെട്ടിടം കൈമാറാനാണ് തീരുമാനം. i4A ന്യൂസ്, പാലാ.